നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ 1-4 ഗോളുകൾക്കാണ് PSG ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത്. ആദ്യ പാദത്തിൽ പാരീസിൽ വെച്ചേറ്റ തോൽവിക്ക് പലിശ സഹിതം മറുപടി കൊടുത്തു. കളിയിൽ പക്ഷേ റൊണാൾഡോ അറൗഹോക്ക് കിട്ടിയ റെഡ് കാർഡാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. അങ്ങനെ ബാഴ്സലോണ 10 പേരായിട്ട് ചുരുങ്ങി. അതിൻ്റെ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് PSG മുതലെടുത്തു. എന്നാൽ ലൂയിസ് എൻറിക്ക പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല. ഇപ്പം റൊണാൾഡോ അറൗഹോക്ക് റെഡ് കാർഡ് ലഭിച്ചില്ലായിരുന്നെങ്കിലും ഞങ്ങൾ തന്നെ വിജയിച്ചേനെ, ഞങ്ങൾ ഗോൾ അടിച്ചേനെ, ഞങ്ങൾ തന്നെ വിജയിച്ചേനെ. പക്ഷെ അത് പ്രൂവ് ചെയ്യാനിപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ അത് തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് ലൂയിസ് എൻറിക്ക പറഞ്ഞു. കൂടാതെ കിലിയൻ എംബാപ്പെ ഒരു ട്രൂ ലീഡറാണ്. അതുപോലെ തന്നെയാണ് ഒസ്മാൻ ഡെംബലയും വിറ്റിജയും ഒക്കെയുള്ളത്. തൻ്റെ ടീമിൻ്റെ കാര്യത്തിൽ തനിക്ക് വലിയ അഭിമാനമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇപ്പോൾ അറൗഹോക്ക് കിട്ടിയ റെഡ് കാർഡ് അതില്ലായിരുന്നെങ്കിലും ഞങ്ങൾ വിജയിച്ചേനെ, പക്ഷേ അത് പ്രൂവ് ചെയ്യാനുള്ള വഴിയൊന്നും എൻ്റെ പക്കലില്ല. തീർച്ചയായിട്ടും ഈ ടീമിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. എംബാപ്പെ ഒരു ഫ്രം ദി സ്റ്റാർട്ട്, തുടക്കം മുതൽ അവസാനം വരെ അവൻ ഒരു റിയൽ ലീഡറെ പോലെയാണ് കളിച്ചത്. വിറ്റിഞ്ഞയും അതുപോലെ തന്നെ ഒസ്മാനും ഒക്കെ അതുപോലെ തന്നെയാണ് പ്രകടനം നടത്തിയിരിക്കുന്നത്. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് മാച്ച് ഫ്രം എവ്രി വൺ എന്നാണ് ഇപ്പോൾ ലൂയിസ് എൻറിക്ക പറയുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ കൺവിൻസ്ഡ് ആയിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നല്ലോ, ബാഴ്സലോണയിൽ പോയി ഞങ്ങൾ വിജയിക്കും, FC ബാഴ്സലോണയെ സെമി ഫൈനലിലേക്ക് എത്തിക്കില്ല, ഞങ്ങൾ സെമി ഫൈനലിലേക്ക് കടക്കും, ഞങ്ങൾക്കതിനുള്ള കെൽപ്പുണ്ട്, ഇവിടെ എല്ലാവരും അത് കൺവിൻസ്ഡ് ആണ് എന്ന് എൻറിക്ക പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് അദ്ദേഹം ഇതാ ചെയ്ത് കാണിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.